ഞാൻ വിവാഹിതയായ ഒരു സ്ത്രീയാണ്. 2 ചെറിയ പെൺമക്കളുടെ ഉമ്മയാണ്. വിവാഹത്തിന് മുമ്പ് പല തെറ്റുകളും എനിക്ക് വന്നു പോയിട്ടുണ്ട്. ഇന്ന് അതോർത്ത് ഞാൻ വളരെയധികം വേദനിക്കുന്നുണ്ട്. മുമ്പ് എനിക്ക് സോഷ്യൽ മീഡിയ വഴി ചില ബന്ധങ്ങളുണ്ടായിരുന്നു. അവരിൽ നിന്നും ഞാൻ ചില ആവശ്യങ്ങൾക്ക് പണം വാങ്ങിയിട്ടുണ്ട്. ഇന്ന് എനിക്കത് തിരിച്ചു കൊടുത്ത് ബാധ്യത ഒഴിവാക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷേ അനാവശ്യമായ സൗഹൃദങ്ങളായതുകൊണ്ട് അവരുമായി ഇനിയൊരു ബന്ധം ഉണ്ടാവേണ്ട, അതെനിക്ക് ഭയമാണ്. എനിക്കിന്ന് ഫേസ്ബുക്ക് ഒന്നുമില്ല. തെറ്റുകളിലേക്കുള്ള വാതിലെല്ലാം ഞാൻ അടച്ചു വെച്ചാണ് ഉള്ളത്. ഇനി തെറ്റുകളിലേക്കുള്ള ഒരു തിരിച്ചുപോക്കാകുമോ എന്നൊരു പേടിയുണ്ട്. അള്ളാഹു എനിക്ക് പുറത്തു തരണേ എന്ന് മാത്രം ആണ് എൻ്റെ പ്രാർത്ഥന. ഇനി അവരുമായി ബന്ധപ്പെടാമെന്ന് വിചാരിച്ചാൽ തന്നെയും എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. ആളുകളെ ഞാൻ എങ്ങനെയാണ് അവരെ കണ്ടെത്തുക? എനിക്കൊരു വഴി പറഞ്ഞു തരണം. ഞാൻ ഉരുകിയാണ് ഇന്ന് കഴിയുന്നത്. അള്ളാഹു എനിക്ക് പുറത്തു തരണേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കടമായി ഞാൻ വാങ്ങിയത് അല്ല, അത് കടമായിട്ടല്ല. ആ സമയത്ത് ഇവരുടെ നിന്നൊക്കെ പിന്നെ ഷഹീദിന് സ്വർഗത്തിലേക്കുള്ള തടസ്സം കടമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത്രയും ഗൗരവമുള്ളൊരു വിഷയമാണ് കടം എന്നറിഞ്ഞതുകൊണ്ട് ഞാൻ ഇന്ന് വളരെ വേദനയിലാണ്. എനിക്കൊരു വഴി, ഒരു മാർഗം പറഞ്ഞു തരണം. ഇതിൽ നമ്മൾ കാണുന്ന ഒരു പോസിറ്റീവ് എന്താണെന്ന് വിചാരിച്ചാൽ, ഇപ്പം നമ്മൾ ഈ തൗബ സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ അതിന് ചില ഷുറൂത്തുകൾ നമ്മൾ പറയുന്നത്. അതെ. അതിൽ ഒന്നാമത്തെ ഷർത്ത് എന്ന് പറഞ്ഞാൽ ഖേദമാണ്, നെദ്മാണ്. അപ്പൊ സത്യത്തിൽ ഇവര് ഈ ഖേദം കൊണ്ട് ഡിപ്രസ്ഡ് ആയിരിക്കണം. അതായത് ശരിക്കും ഒരു മാനസിക രോഗാവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ് അന്ന് ചെയ്ത തെറ്റുകളെ കുറിച്ച്. അത് മനുഷ്യന്റെ ഒരു സ്വഭാവ പ്രകൃതിയാണ്. നമുക്ക് തെറ്റുകളെ കുറിച്ചുള്ള കുറ്റബോധമാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായി എന്താ വെച്ചാൽ ഇവർക്ക് സമാധാനിക്കാം. ആ തെറ്റുകളൊക്കെ അന്ന് ചെയ്യാൻ കഴിഞ്ഞല്ലോ എന്നുള്ള സന്തോഷമല്ല, ചെയ്തു പോയല്ലോ എന്നുള്ള ദുഃഖം. അതുകൊണ്ട് അള്ളാഹു അവരുടെ തൗബ സ്വീകരിക്കാനുള്ള ഒരു നിബന്ധന ശരിക്കും എന്തായിട്ടുണ്ട്, പൂർത്തിയായിട്ടുണ്ട്. പിന്നെ അവർ ഡിപ്രസ്ഡ് ആവിടെ എന്തുകൊണ്ടാന്ന് വിചാരിച്ചാൽ അള്ള ഇതിനക്ക് പുറത്തു തരാതെ പോവോ, ഇത്രയും ഗൗരവമുള്ള തെറ്റുകളല്ലേ, അതെന്തായിരിക്കും എന്നാണ്. അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം അള്ളാഹു നമുക്ക് തന്നൊരു വാഗ്ദത്തമാണ്, ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅൻ, അതെല്ലാ തെറ്റുകളും പുറത്തു. അപ്പോൾ ഇത് ഈ ഒരു തത്വം അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, പ്രതീക്ഷിക്കുകയാണ് നമ്മൾ വേണ്ടത്, നിരാശപ്പെടലല്ലോ നമ്മൾ വേണം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല. പരമാവധി എന്ത് ചെയ്യുക, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. അസ്തഗ്ഫിറുല്ലാഹ അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുൽ ഹയ്യുൽ ഖയ്യൂം പോലുള്ള ഇസ്തിഗ്ഫാറുകൾ നമ്മൾ എന്ത് ചെയ്യുക, വർദ്ധിപ്പിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ അവർക്കൊരു സമാധാനവും സമാശ്വാസവും ഒക്കെ എന്ത് ചെയ്യും, കിട്ടും. അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. അതാണ് ഇവർ ചെയ്യേണ്ട ഒരു പദം. പിന്നെ ഇവർ ചോദിക്കുന്ന ഒരു കാര്യം എന്താണ്, പഴയ കാലത്ത് പല ആളുകളും നമ്മൾ ഈ ജാഹിലിയ കാലഘട്ടങ്ങളിൽ ചെയ്ത കാര്യങ്ങളൊന്നും നമുക്ക് പൂർണ്ണമായി പരിഹരിക്കാൻ പറ്റിക്കോളുന്നില്ല. ഒരു മദ്യപാനി മാറുമ്പോൾ ഒരാളത്തൊക്കെ മദ്യം തട്ടിപ്പറിച്ചിട്ടുണ്ടായിരിക്കും, അതൊക്കെ കൊടുക്കാറുണ്ട്, അതൊന്നും നടക്കില്ല, അതൊക്കെ അധാർമികതയില്ല. ഇപ്പൊ ഇവർക്ക് എന്തുള്ളൂ വിചാരിച്ചാലും കടമായിട്ടൊന്നുമില്ല എന്ന് അവർക്ക് ഉറപ്പാണ്. അപ്പൊ പിന്നെ വാങ്ങിച്ചത് ഒരു ഹദിയായിട്ടോ അല്ലെങ്കിൽ തൽക്കാലം അവർക്ക് അഡ്ജസ്റ്റ്മെന്റ് ആയിട്ടോ ഒക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യുക, ഒരു ബാധ്യത ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ അവരെന്ത് ചെയ്താൽ മതി അറിയോ, ആ ടോട്ടൽ സംഖ്യ ഒന്ന് വെറുതെ കണക്ക് കൂട്ടുക, ഏകദേശം അതെവിടെയെങ്കിലും ദാനം ചെയ്താൽ മതി. അത് എന്തുകൊണ്ട് വെച്ചാൽ ആർക്കാണ് കൊടുക്കേണ്ടതെന്ന് അറിയില്ല, കൊടുക്കേണ്ടവർക്ക് കൊടുക്കാൻ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. അങ്ങനത്തെ സാഹചര്യങ്ങൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ ചെയ്യുന്നതിന് യാതൊരു വിരോധവും ഇല്ല. പിന്നെ ഇപ്പൊ ഇന്നിപ്പോ ഓൺലൈൻ സംവിധാനങ്ങളും ഗൂഗിൾ പേ ഒക്കെ ആണല്ലോ. ഇപ്പൊ ഏതെങ്കിലും ഒരാളെ നമ്പർ അറിയുന്നുണ്ടെങ്കിൽ എന്താന്ന് വിചാരിച്ചാൽ അതിലേക്ക് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് പോയാൽ മതി. പക്ഷെ ഇവർക്ക് കടമായിട്ടില്ലല്ലോ. അതൊക്കെ ഒന്ന് അള്ളാഹുവോട് ഇസ്തിഗ്ഫാർ നടത്തുക. ഇനി അങ്ങനെ സംഖ്യകൾ കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്ത് ആർക്കെങ്കിലും ഒക്കെ ആ നിയ്യത്തിൽ ദാനം ചെയ്താൽ തീരാവുന്ന കാര്യമേ ഉള്ളൂ.